ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. അവിടെ ഓപ്പറേഷനാണ്, 2 ദിവസം നിൽക്കേണ്ടി വരും. പിന്നെ റൂമിൽ വെറും 3 നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ തിരിച്ചു പോവാണ്. എന്താ പങ്കാളികൾ പോകുന്ന പോലെ ഒരു കവറും കയ്യിലൊടിച്ച് പോകുന്നുണ്ട്. ഇതിലെൻ്റെ ഡ്രസ്സൊക്കെ ആയിരുന്നു. അഥവാ നിൽക്കണം എന്നുണ്ടെങ്കിൽ നിൽക്കാമെന്ന് കരുതിയിട്ട് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ബാക്ക് ടു മഞ്ചേരി. അവിടെ നിന്ന് കാന്തിപുരം ബസ് കയറി. അപ്പോൾ കാന്തിപുരത്ത് ഇറങ്ങി. ഇവിടെ എവിടെയോ ആണ് കോഴിക്കോട് ബസ് കിട്ടുമെന്ന് പറഞ്ഞ് ആ ബസ് തപ്പിക്കൊണ്ട് നടക്കുകയാണ്. ഇതിൽ നടക്കാൻ പറഞ്ഞ്, ഇതിൽ നടന്നാൽ കോഴിക്കോട്ടിലേക്കുള്ള ബസ് കിട്ടുമെന്ന് പറഞ്ഞ് അപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. റോഡ് സൈഡിൽ കാണാനില്ല. ഇനി ഇവിടെ ഇല്ലെങ്കിൽ, കാന്തിപുരത്തില്ലെങ്കിൽ പിന്നെ ഉക്കടം പോയിട്ട് ഉക്കടത്ത് നിന്ന് പാലക്കാട് ബസ് എടുത്ത് പോകണം. പിന്നെ പാലക്കാട് നിന്ന് അങ്ങോട്ട് പോകണം. അത്യാവശ്യം കുറച്ചൊക്കെ ചുറ്റിയെങ്കിലും അവസാനം KSRTC ഉള്ള സ്ഥലം കണ്ടുപിടിച്ച്. അപ്പോൾ നിങ്ങൾ ഇന്നലെ മിഞ്ഞാന്ന് പോകുമ്പോൾ വണ്ടി ഇവിടെ വെച്ച് പോയതാ? ഇന്നലെ പോയതാ. വീട്ടിലേക്ക് എത്താനായി. വരുന്ന വഴിയിൽ 11:30 മണി. അപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ മടുത്ത്. അപ്പോൾ അടുത്തുള്ള ആൾ കുറേയൊക്കെ സംസാരിച്ച് പിന്നെ അവരുറങ്ങാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ അടിച്ചടിച്ച് പാട്ട് കേൾക്കും. കുറച്ച് സമയം പുറത്ത് നോക്കിയിരിക്കും. കുറച്ച് സമയം കുറച്ച് ഫോട്ടോ വീഡിയോ ഇങ്ങനെ എടുത്ത് നിൽക്കും. എങ്ങനെയുള്ള സമയം കളയണ്ടേ. ഏകദേശം ഒരു 11:30 മണി. എപ്പോൾ കയറിയതെന്നറിയോ? അപ്പോൾ അങ്ങനെ വെറുതെ പുറത്ത് നോക്കിയിരിക്കുന്ന ഇടയിൽ ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് ഹെഡ്സെറ്റ് വെച്ച് ഇങ്ങനെ പുറത്ത് നോക്കിയിരിക്കുമായിരുന്നു. പെട്ടെന്നുണ്ട് എൻ്റെ പൊന്നു ഒരു വളവിൽ ഞാനുള്ള ബസ് KSRTC ഒരാൾ ഓവർടേക്ക് ചെയ്തു. ഒരു ബൈക്കുകാരനെ ഓവർടേക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് ഫ്രണ്ടിൽ നിന്ന് കാറ് വന്ന് ഇയാൾ നേരെ കൊണ്ടുപോയിട്ട് കാറിലേക്ക് കയറ്റി. ഒരു മിഡിൽ കാണുമ്പോൾ ഒരു 40-50 വയസ്സുള്ളൊരു പ്രായമുള്ള ഒരാൾ. അതാണെങ്കിൽ ഞാൻ ലൈവായിട്ട് ആക്സിഡൻറ്റ് കാണുകയും ചെയ്ത്. എൻ്റെ പൊന്നു, ദയവ് ചെയ്ത് വളവിലൊന്നും ആരും ഓവർടേക്ക് ചെയ്തേക്കരുത്. എനിക്ക് ഏറ്റവും പോയിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ന് അയാൾ നേരെ കയറി കൊടുത്തു. അയാൾക്ക് ജസ്റ്റ് ഒരു ഗ്യാപ്പൊക്കെ ഉണ്ടായിരുന്നു. ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അയാൾക്ക് ജസ്റ്റ് ഒന്ന് കട്ടാക്കി എടുക്കുമായിരുന്നു. പക്ഷെ അയാളെ കാറ് കണ്ടോടെ സ്റ്റക്കായി തോന്നുന്നു. നേരെ കയറി കൊണ്ടുപോയി കൊടുത്ത് കാറ് തട്ടി തെറിച്ചിട്ട് ബസ് ജസ്റ്റ് അവിടെ സ്റ്റോപ്പ് ചെയ്ത് സൗണ്ട് ഇട്ടിട്ട് അങ്ങനെ സൗണ്ടായി. അത് നോക്കുമ്പോൾ ബസ് ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ട് വഴി കാണുന്നില്ല. ചെറിയ വഴിയാണ്. ഇതാണ് വഴി. അപ്പുറത്ത് വേറെ റോഡുണ്ട്. ഇങ്ങനെയുള്ള ചെറിയൊരു വഴി. റോഡ് കൂടെ എത്തിയിട്ട് എന്നിട്ട് അയാളെ അപ്പം ജസ്റ്റ് ബസ് നിർത്തിയ സമയത്ത് പെട്ടെന്നുണ്ട് അയാൾ ബൈക്കിൻ്റെ മുകളിൽ തന്നെ തെറിച്ചിട്ട് ബൈക്കിൻ്റെ മുകളിൽ തന്നെയുണ്ട്. ബൈക്കിൻ്റെ മുകളിൽ നിന്ന് അയാൾ മറിഞ്ഞ് വീണ്, ബോധമില്ലാതെ മറിഞ്ഞു പോകൂലേ, അതുപോലെ കണ്ടിട്ട് എന്തൊക്കെയോ ആയിപ്പോയി. ദയവ് ചെയ്താരും വളവിലൊന്നും ഓവർടേക്ക് ചെയ്യരുത്. ഞാൻ എത്തി.